പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നെ നാളെ വിശുദ്ധ അന്തോണീസിൻ്റെ ജൂൺ മാസം 13-ാം തീയതിയാണ് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാണ്. വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ നാളെ ബലിയർപ്പിച്ച് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 2:21. അവിടെ വചനം വെളിപ്പെടുത്താണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ അച്ഛൻ്റെ 18 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, അനേകം മക്കൾ ശരിക്കും അത് വലിയ പ്രതികൂലത്തിലും ദുരന്തങ്ങളിലും ഒക്കെ പല രീതിയിൽ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ടൊക്കെ ദുരന്തത്തിൽ പെട്ടുള്ള മനുഷ്യരാണ്. പക്ഷേ കർത്താവേ എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ ഈ കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം വിളിക്കാൻ പറ്റാതെ തകർന്ന് തരിപ്പണായ അനേകം ജീവിതങ്ങളെയും അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായൊരു ഒരു 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 പ്രശ്നമല്ല, പക്ഷേ ഒരു ജീവനില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനുള്ള എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമം യേശുവേ 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 എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് വിളിച്ചപേക്ഷിക്കുന്ന സമയം തന്നെ ഒരു അനോയിൻറ്റിങ് നമ്മളിൽ കത്തിപ്പടരും. ഹല്ലേലൂയ. അത്തരത്തിലുള്ളൊരു അഭിഷേകം നിങ്ങളിൽ ഇന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയിൽ നമുക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശ്വരൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുദാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.